നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പറ്റിയ? അച്ഛന് വീണ്ടും സുഖമില്ലാതായി വീഴാൻ പോയി. അച്ഛാ തുടരുത് തന്നെ. എന്താ ഇത്? അച്ഛനുള്ള കെണി അവള് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? കുടുംബത്തിനൊരു ഭീഷണി വരുമ്പോഴും അതിന് ഓരോരുത്തരായിട്ട് മാറി മാറി കുറ്റം പറയും. ഇത് എന്ത് ശീലം അമ്മേ? ഞാനിപ്പോ അമ്മയുടെ കൂടെ നിന്നാ ശരിയാവില്ല. ഞാൻ അവരുടെ കൂടെ പോവാ. കുറച്ചു നേരമെങ്കിലും സ്വസ്ഥത ഉണ്ടാവൂലോ. അവളുടെ ഒരു സ്വസ്ഥത. ഒരച്ഛനും മോളും. ഞാൻ പോകുന്നത് അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ. ദുരന്തങ്ങളൊന്നും എനിക്ക് തലയിലെടുത്തോണ്ട് പോകാൻ പറ്റില്ല. വിവാഹം കഴിച്ച ഭാര്യയാണോടാ ദുരന്തം? എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. അത് അച്ഛന് മനസ്സാവണമെന്നില്ല. എനിക്കെന്തായാലും പോയേ പറ്റൂ. ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? ഇക്കാര്യത്തിൽ ആരെ അനുസരിക്കാൻ എനിക്ക് പറ്റില്ല. ഏയ് ഒന്നുമില്ല. എഴുന്നേറ്റപ്പോ കാലുറച്ചില്ല. അയ്യോ, എന്താ എന്ത് പറ്റി? ഏട്ടാ, എന്താ മോനെ? വലിയച്ഛനൊന്ന് വീഴാൻ പോയി. പെട്ടെന്ന് ഞാൻ വന്ന് പിടിച്ചു. ഏട്ടാ, ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോണോ? വേണ്ട. വീണു പോകുമ്പോ താങ്ങാൻ ആരെങ്കിലും ഒരാളുണ്ടല്ലോ. എന്താ എന്താ പറ്റിയ? അച്ഛന് വീണ്ടും സുഖമില്ലാതായി വീഴാൻ പോയി. അച്ഛാ തുടരുത് തന്നെ. എന്താ ഇത്? സുഖമില്ലാതെ ഒരാൾ വഴി കിടന്നാല് അയാളെ തൊട്ടുവിളിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒരുപാട് ആളുണ്ടാവും. അത് മനുഷ്യന്റെ പ്രാഥമിക മര്യാദയാ. അതിന് ബന്ധമൊന്നും വേണമെന്നില്ല. വരുൺ, അച്ഛൻ ഒരുവിധം ഓക്കെ ആയി വന്നതാ. ഇപ്പോഴത്തെ മാനസിക പ്രശ്നത്തിന്റെ കാരണം നീ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്ന. അത് വേണ്ടെന്ന് വെക്കാൻ നിനക്ക് പറ്റില്ലേ? എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. വരും. പത്മിനി, എനിക്ക് വേണ്ടി ആരോടൊന്നും യാചിക്കണ്ട. സ്വന്തം ജീവിതമാണ് വലുതെന്ന് തീരുമാനിക്കുന്നവർക്ക് ആരെയും വിട്ടുപോകാൻ എളുപ്പമാണ്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. കണിമംഗലം കുടുംബത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിട്ട് കാലം കുറെ ആയല്ലോ. അച്ഛാ അച്ഛാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് താല്പര്യമില്ല. വീണ്ടും വീണ്ടും രണ്ടുപേരും തമ്മിലുള്ള അകലം കൂടുകയാണോ? ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കായാലും വേദനിക്കില്ലേ? ഏട്ടന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിഷേധം പറയുകയാണെങ്കിൽ അതിനർത്ഥം വരുൺ ഇതുവരെ കാണിച്ചു കൂട്ടിയതൊക്കെ വെറും പ്രകടനമായിരുന്നു എന്നല്ലേ? ഉർവശി, നീ മിണ്ടാതിരിക്കെ. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമല്ല. രണ്ടുപേരോടും ഞാൻ ഒരു കാര്യം പറയാം. ഏട്ടന്റെ കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ വേണം. ഗൗതം, നീ എപ്പോഴും വെല്ലിച്ചന്റെ കൂടെ വേണം. ഞാൻ വലിയച്ഛൻ്റെ അടുത്ത് നിന്ന് മാറില്ല. എടോ, താൻ തന്റെ കാര്യങ്ങൾക്ക് പോയിക്കോളൂ. വേണ്ട വലിയച്ഛ, ഇത്രയും പ്രായമായിട്ടും അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാവുന്നതോ കുടുംബത്തിന് അഭിമാനിക്കാവുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല.
അതിനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു വല്യച്ഛനെ നോക്കുന്നത് ഒരു വലിയ കടമയാണെന്ന്. അതുകൊണ്ടുള്ള സന്തോഷം അത് മതി എനിക്ക്. ഉള്ളിൽ തട്ടിയ അവനെന്ന് പറഞ്ഞത്. വാശി കാണിച്ച് ഇങ്ങനെ തളർന്നു പോവല്ലേ? വാശിയല്ലടോ, കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയതിന്റെ സങ്കടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്മാര് മക്കളെക്കുറിച്ച് ഒരുപാട് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണും. അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാൻ 1-2 വാക്കുകളുണ്ടല്ലോ. പഴഞ്ചൻ, ബാധ്യത, അങ്ങനെയൊക്കെ അവനും പറയുന്നുണ്ടാവും മനസ്സിൽ. അമ്മ എന്തായാലും പോകുന്നത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ സംസാരം കേട്ട് അമ്മ കിടപ്പിലായനെ, അല്ലേ അച്ഛാ? മക്കള് കിടക്കാരാവുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കില്ല. അങ്ങനെ സംഭവിച്ചാ പിന്നെ അവർക്ക് കുറ്റപ്പെടുത്താനേ അറിയൂ. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാ. അച്ഛാ, ഞാനൊരാളെ കണ്ടിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ. ഏതാളെ? എങ്ങോട്ടാ മോള് പോകുന്നു? ഞാൻ പോയിട്ട് വരട്ടെ. വന്നിട്ട് എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ദാ അമ്മേ, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ പോകുന്നേ ആവോ? എനിക്കറിയില്ല. ആ, ഞാൻ പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ശ്യാമേ, തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ? മോള് ശ്യാമയുടെ അതേ രൂപമാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശ്യാമയെ കാണുമ്പോ തിരുമേനി വല്ലാതെ പരിഭ്രമിക്കും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാ വ്യക്തമായ ഉത്തരം പറയാൻ മടിച്ചെന്നിരിക്കും. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ മുഖം കാണിക്കാറില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെ ആവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.